സ്വന്തം നാടും വീടും വിട്ട് ഭാഷയും സംസ്കാരവും ഭക്ഷണ രീതികളുമെല്ലാം വ്യത്യസ്തമായ ഒരു നാട്ടിലേക്ക് മെച്ചപ്പെട്ട ജീവിതം സ്വപ്നം കണ്ടുവരുന്ന ഒരു പറ്റം ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട്. കേരളത്തിന്റെ വളർച്ചയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. കേരളത്തിലെ ഓരോ നിർമ്മാണ മേഖലയിലും അവരുടെ കയ്യൊപ്പുണ്ട്. എന്നിട്ടും പലപ്പോഴും അവഗണിക്കപ്പെടുന്ന ഒരു വിഭാഗമാണവർ. മതിയായ ഭക്ഷണ സൗകര്യങ്ങളോ താമസ സൗകര്യങ്ങളോ ഇല്ലാതെ, ഭാഷ പോലും അറിയാതെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നവർ. അവരെക്കുറിച്ച് നമുക്ക് അധികം കഥകൾ അറിയില്ല. ഈ ഡോക്യുമെൻ്ററി കേരളത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്ന ആ മനുഷ്യരുടെ ജീവിതത്തിലേക്കുള്ള ഒരു എത്തിനോട്ടമാണ്. ഒരു ശരാശരി ഇതര സംസ്ഥാന തൊഴിലാളിയുടെ ഒരു ദിവസത്തിൽ നിന്ന് തുടങ്ങും. പുലർച്ചെ 4 മണിക്ക് തണുപ്പകറ്റാത്ത പുതപ്പിനുള്ളിൽ നിന്ന് അവർ ഒരുങ്ങുന്നു. ജോലിയുടെ കാഠിന്യം പേറുന്ന അവരുടെ ശരീരത്തിന് വിശ്രമം കുറവാണ്. പലപ്പോഴും ഭക്ഷണം പോലും കഴിക്കാൻ സമയമില്ലാത്തവർ. എന്നിട്ടും രാപ്പകലില്ലാതെ പണിയെടുക്കുന്നു. അവരുടെ വിയർപ്പിൻ്റെ വിലയാണ് കേരളത്തിൻ്റെ ഓരോ കെട്ടിടവും ഓരോ റോഡും. അവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ നാം കാണുന്നത് പലായനങ്ങളുടെയും അതിജീവനങ്ങളുടെയും കഥകളാണ്. ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും കാരണം നാടുവിടേണ്ടി വന്നവർ. കുടുംബത്തെ പോറ്റാനുള്ള നെട്ടോട്ടത്തിൽ സ്വന്തം സ്വപ്നങ്ങൾ പോലും മറന്നുപോയവർ. ഭാഷയറിയാത്ത നാട്ടിൽ ഒറ്റമുറിയിൽ തിങ്ങി ഞെരുങ്ങി ജീവിക്കുമ്പോൾ അവർ പരസ്പരം താങ്ങും തണലുമാകുന്നു. ഇതര സംസ്ഥാന തൊഴിലാളികൾ കേരളത്തിന് നൽകുന്ന സംഭാവനകൾ ചെറുതല്ല. കുറഞ്ഞ ചിലവിൽ കൂടുതൽ സമയം ജോലി ചെയ്യാൻ അവർ തയ്യാറാണ്. കേരളത്തിൻ്റെ സാമ്പത്തിക വളർച്ചയിൽ അവരുടെ പങ്ക് വളരെ വലുതാണ്. എന്നിട്ടും പലപ്പോഴും അവർ ചൂഷണത്തിനിരയാകുന്നു. കുറഞ്ഞ കൂലിയിൽ മോശം തൊഴിൽ സാഹചര്യങ്ങളും അവരുടെ ജീവിതം ദുരിതപൂർണമാക്കുന്നു. ഈ ഡോക്യുമെൻ്ററി ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ജീവിതത്തിലെ സന്തോഷങ്ങളും ദുഃഖങ്ങളും ഒപ്പിയെടുക്കുന്നു. അവരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും പങ്കുവയ്ക്കുന്നു. കേരളത്തിൻ്റെ വികസനത്തിൽ അവരെങ്ങനെ പങ്കാളികളാകുന്നു എന്ന് ഇതോടൊപ്പം പറയുന്നു. അവർ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചും നമ്മൾ കാണുന്നു. കേരളത്തിൽ ഏകദേശം 31 ലക്ഷത്തിലധികം ഇതര സംസ്ഥാന തൊഴിലാളികളുണ്ട്. ഇത് കേരളത്തിലെ ആകെ തൊഴിലാളികളുടെ 26% വരും. ഇവർ പ്രതിവർഷം 750 കോടിയോളം രൂപ കേരളത്തിൽ നിന്നും സ്വന്തം നാടുകളിലേക്ക് അയക്കുന്നു. കേരളത്തിലെ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ എണ്ണം 2026 ആകുമ്പോഴേക്കും 45 ലക്ഷമാകുമെന്നും 2030-ൽ 55 ലക്ഷമാകുമെന്നും കണക്കുകൾ പറയുന്നു. കേരള സർക്കാർ നടപ്പിലാക്കിയ ആവാസ് ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതിയിൽ എൻറോൾ ചെയ്തത് കേവലം 13% തൊഴിലാളികൾ മാത്രമാണ്. ഇതുകൂടാതെ ഇവർ പ്രധാനമായും നിർമ്മാണ മേഖല, കൃഷി, ഹോട്ടൽ, റെസ്റ്റോറൻറ്റുകൾ, തടി വ്യവസായം, മത്സ്യബന്ധനം, കച്ചവട സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലാണ് ജോലി ചെയ്യുന്നത്. അതിഥി തൊഴിലാളികളുടെ സാമൂഹിക ജീവിതത്തെക്കുറിച്ച് അല്പം ചില കാര്യങ്ങൾ പറയാം.
താമസ സൗകര്യങ്ങളുടെ അഭാവം. പലപ്പോഴും വൃത്തിഹീനമായ ചുറ്റുപാടുകളിലാണ് അവർ താമസിക്കുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാത്ത ഒറ്റമുറി വീടുകളിൽ പലരും തിങ്ങിപ്പാർക്കുന്നു. ഭാഷാ പ്രശ്നം. മലയാളം അറിയാത്തതിനാൽ ആശയവിനിമയം നടത്താൻ ബുദ്ധിമുട്ടുന്നു. ഇത് അവരെ കൂടുതൽ ഒറ്റപ്പെടുത്തുന്നു. സാമൂഹിക ബന്ധങ്ങളുടെ അഭാവം. കേരളീയ സമൂഹവുമായി കാര്യമായ ബന്ധങ്ങളില്ല. സ്വന്തം നാടുകളിൽ നിന്നുള്ളവരുമായി മാത്രമാണ് സൗഹൃദങ്ങൾ. വിനോദത്തിനുള്ള അവസരക്കുറവ്. ജോലി കഴിഞ്ഞ് വിശ്രമിക്കാനോ വിനോദങ്ങളിൽ ഏർപ്പെടാനോ സൗകര്യങ്ങളില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ. വൃത്തിഹീനമായ ചുറ്റുപാടുകളും പോഷകാഹാരക്കുറവും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വളരെ വലിയ കാരണങ്ങളാവുന്നു. ചൂഷണങ്ങൾ. കുറഞ്ഞ കൂലിയും മോശം പെരുമാറ്റവും പലപ്പോഴും അവരെ വേദനിപ്പിക്കുന്നു. അതിഥി തൊഴിലാളികൾ. അതിഥികൾ മാത്രമല്ല, കേരളത്തിൻ്റെ ഭാഗമാണ്. അവരെ ചേർത്ത് പിടിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അവർക്ക് മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ ഒരുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഈ ഡോക്യുമെൻ്ററി അവരെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടിൽ ഒരു മാറ്റം കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു.